പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇടത് സർക്കാരിൻ്റെ എന്താ പറയുക അവരുടെ റെക്കോർഡ് താരതമ്യേന നല്ലതാണെന്നുണ്ട്. കാരണം ഒരുപാട് സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പലതിലും അല്ലെങ്കിൽ മിക്കവാറിലും അതിൽ ബീൻ സക്സസ്ഫുൾ. ജനങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ഇലക്ഷൻ വരുമ്പോഴാണ് ജനങ്ങൾ ആലോചിച്ച് തിരിച്ചറിയുക ഇന്നെന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത സർക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ പങ്കാളിത്തമുള്ളൊരു സർക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടി പണ്ട് തൊട്ടേ VS തൊട്ട് ഇപ്പോൾ പിണറായി ഉണ്ടെങ്കിൽ പോലും പിണറായിയുടെ സമയത്ത് പോലും അത് വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ട പോലെ തിരിച്ചറിയാൻ അവരിൽ എത്തിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മാധ്യമങ്ങളെ പൊതുവെ കുറ്റപ്പെടുത്താം. പക്ഷെ അത് ഈ ഇടത് സർക്കാരിൻ്റെ ഒരു ദൗത്യമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാധ്യമത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഒരു ഗവൺമെന്റിനെ എടുക്കുന്നതെങ്കിൽ ഇടതുപക്ഷം ഇവിടെ പണ്ടേ വരില്ല. അന്ന് തന്നെ ലിബറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ പത്രങ്ങൾ കാട്ടിക്കൂട്ടി നമുക്ക് വിമോചന സമരം കാട്ടി അതിന്റെ ഒരു പുതിയ അവതാരമായിരിക്കും ഇത്. വിമോചന സമരം അല്ലായിരിക്കും അതിന്റെ പേര്. അതുകൊണ്ട് ജനങ്ങൾ അന്ന് വേറെ മാധ്യമങ്ങളൊന്നുമില്ല, എന്നിട്ട് പോലും ജനങ്ങൾ അത് വിശ്വസിച്ചില്ലല്ലോ. അവർക്ക് മനസ്സിലായി ഇത് അവർ കാണുന്നില്ല, പ്രത്യക്ഷമായി കാണുന്നില്ല, അല്ലെങ്കിൽ അനുഭവിക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സർക്കാരിനെതിരായിട്ട് ഈ ഇലക്ഷൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു റെക്കോർഡ് മൂന്നാമത്തെ ടേമിനുള്ള ഒരു പുറപ്പാടാണ്. അതിൽ ഇത് സക്സീഡ് ഉണ്ടായിരുന്നാണ് എൻ്റെ വിശ്വാസം. അതെ, മൂന്നാം LDF സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഓൾമോസ്റ്റ് ഇനി ഒരു 8 മാസം ഇടയിൽ വലിയ പാഴ്ചകൾ നടത്തിയില്ലെങ്കിൽ, നമ്മൾ തന്നെ സ്വയം ഇല്ലാണ്ടാക്കിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് വരും.